വർഷം 1965. തെക്ക് കിഴക്കൻ ഹിമാലയത്തിലെ കുമയോൺ നിരകളിൽ 7817 മീറ്റർ ഉയരത്തിലുള്ള നന്ദാദേവി. കിഴക്കാം തൂക്കായ മലനിരകളും അഗാധ താഴ്വരകളും അതികഠിനമായ കാലാവസ്ഥയുമുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും ദുഷ്കരമായ കൊടുമുടി. അതിന്റെ അഗ്രഭാഗം ലക്ഷ്യം വെച്ച് ഒക്ടോബർ മാസത്തിൽ പർവ്വതാരോഹകരുടെ ഒരു സംഘം ഇറങ്ങി പുറപ്പെട്ടു. വെറും പർവ്വതാരോഹകരല്ല, അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി CIA തിരഞ്ഞെടുത്ത മൗണ്ടനീറിംഗ് സ്കിൽസിൽ പകരം വെക്കാനില്ലാത്ത ഒരു സംഘം. ഒപ്പം ആണവ വിദഗ്ധരും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും. നാഗസാക്കി ബോംബിൽ ഉപയോഗിച്ച പ്ലൂട്ടോണിയത്തിന്റെ 1/3 ഒരാണവ ഉപകരണമാണ് അവരുടെ പക്കലുള്ളത്. 23 കിലോഗ്രാം ഭാരമുള്ള സ്നാപ്പ് 19C എന്ന റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ. കൊടുമുടിക്ക് മുകളിൽ അത് സ്ഥാപിക്കണം. 10 അടി നീളമുള്ള ആന്റിനയും ട്രാൻസീവർ സെറ്റുകളും പ്ലൂട്ടോണിയം ക്യാപ്സ്യൂളുകളുമായാണ് അവരുടെ മലകയറ്റം. അമേരിക്കയുടെ ലക്ഷ്യം ചൈനയുടെ ആണവ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തൽ. സഹായത്തിന് ഇന്ത്യയും. അങ്ങനെ എല്ലാം ചുമന്ന് പടിപടിയായി സംഘം നടന്നുകയറി. കാലൊന്ന് തെന്നിയാൽ ആയിരക്കണക്കിനടി താഴ്ചയിലേക്ക് ചെന്ന് പതിക്കും. അതീവ ദുർഘടം. അതിനിടയിൽ കാലാവസ്ഥ പ്രതികൂലമായി. കാറ്റിന് ശക്തി കൂടി. മേഘങ്ങൾ താഴേക്കിറങ്ങി. ഹിമപാതം ആഞ്ഞടിച്ചു. നന്ദാദേവിയുടെ അഗ്രം മഞ്ഞുമൂടി അപ്രത്യക്ഷമായി. കം ബാക്ക് ക്വിക്ലി. അഡ്വാൻസ് സ്പേസ് ക്യാമ്പിൽ നിന്ന് ദൗത്യത്തിൽ പങ്കെടുത്ത ഉയർന്ന റാങ്കിലുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ ക്യാപ്റ്റൻ മോഹൻ സിംഗ് കോഹ്ലി പരിഭ്രാന്തനായി. ഒരു മിനിറ്റ് പോലും പാഴാക്കാനില്ല. ഉടൻ തിരിച്ചു വരാൻ അദ്ദേഹം ദൗത്യസംഘത്തോട് ആവശ്യപ്പെട്ടു. ഉപകരണങ്ങൾ സുരക്ഷിതമാക്കുക, താഴെയിടരുത് എന്നായിരുന്നു ക്യാപ്റ്റന്റെ കമാൻഡ്. ഡിവൈസുകൾ ഒളിച്ചുവെച്ച് സുരക്ഷിതമെന്നുറപ്പുവരുത്തിയ ശേഷം പർവ്വതാരോഹകർ മലയിറങ്ങി. പക്ഷേ അതിനുശേഷം ആ ന്യൂക്ലിയർ ഡിവൈസുകൾ ആരും കണ്ടിട്ടില്ല. ഹിമാലയത്തിലെ പാറക്കെട്ടുകൾക്കും മഞ്ഞുപാളികൾക്കുമിടയിൽ എവിടെയോ മറഞ്ഞു കിടക്കുന്നത് നാഗസാക്കിയെ ചുട്ടുചാമ്പലാക്കിയ ഉഗ്ര സ്ഫോടകശേഷിയുള്ള ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബാണ്. എന്താണ് ആ അമേരിക്കൻ ന്യൂക്ലിയർ ഡിവൈസിന് സംഭവിച്ചത്? ആർക്കുമറിയാത്ത ആ രഹസ്യം എന്താണ്? പതിയിരിക്കുന്ന അപകടത്തെ ഇന്ത്യ ഭയക്കണം. ന്യൂക്ലിയർ ഡിവൈസ് അരുവികളിലൂടെ ഒഴുകി ഇന്ത്യയിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവനാഡിയായ ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ തള്ളുമെന്നാണ് വിദഗ്ധർ പങ്കുവെക്കുന്ന ആശങ്ക. പ്ലൂട്ടോണിയം അത്രമേൽ അപകടകാരിയാണ്. അത് കരൾ, ശ്വാസകോശം, അസ്ഥികൾ എന്നിവയിൽ ക്യാൻസറിന് കാരണമാകാം. മഞ്ഞുപാളികൾക്കിടയിൽ അന്നൊളിച്ചുവെച്ച ഡിവൈസ് ഹിമാനികൾ ഉരുകുമ്പോൾ പുറത്തേക്ക് വരികയും ഡാമേജ് സംഭവിക്കുകയും ചെയ്തിരിക്കാമെന്നാണ് വിലയിരുത്തൽ.